സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു കാണിക്കണം. എല്ലാവരും തുറന്നു കാണിക്കണം. നമ്മുടെ ഭാരതത്തിൽ ബൈബിളിന് ഒരു കുറവുമില്ല. എന്നാൽ ബൈബിൾ ഇല്ലാത്തവർ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തവരാണ്. ബൈബിൾ ഉണ്ടായിട്ടും വായിക്കാത്തവർ ബുദ്ധിയില്ലാത്തവരാണ്. ബൈബിൾ വായിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കാത്തവർ ദരിദ്രന്മാരാണ്. നിങ്ങൾ ഏത് കൂട്ടത്തിലുള്ളവരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അനേകം ആളുകൾ ബൈബിൾ ഉണ്ടായിട്ടും അതനുസരിച്ചുകൊണ്ട് അത് ധ്യാനിച്ച് അതനുസരിച്ച് ജീവിക്കുന്നത് കാണുന്നില്ല. ബൈബിൾ വായിക്കുന്നവർ സാധാരണ അത് വായിച്ചിട്ട് ഇപ്പോൾ കള്ളം പറയരുത് എന്ന് വായിച്ചിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ ബൈബിൾ അടച്ചിട്ട് അപ്പോൾ തന്നെ കള്ളം പറയുന്നത് കാണാം. അത് വലിയ തെറ്റാണ്. ദൈവവചനം ധ്യാനിക്കുക, അത് വായിക്കുക, അഭിവൃദ്ധി പ്രാപിക്കുക. ഏതു സമയത്തും നിങ്ങളോടൊപ്പം ബൈബിൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഈ സമയത്ത് ചെറിയ ബൈബിളുകൾ വന്നിട്ടുണ്ട്. അത് എളുപ്പമാണ്. എല്ലാവർക്കും സൗകര്യപ്രദമായ ബൈബിളുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ താത്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് താക്കുന്നത്? അതുപോലെ നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണുണ്ടല്ലോ, നിങ്ങളുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ ഡൗൺലോഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ആവശ്യ സമയത്തെ ധ്യാനിക്കുവാനും വായിക്കാനും സൗകര്യപ്രദമായിരിക്കും. ഓഡിയോ ബൈബിൾ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കുവാൻ സാധിക്കും. നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ പോകുന്നതായ സമയത്ത്, അവിടെ വെയിറ്റ് ചെയ്യുന്നതായ സമയത്ത്, അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇരിക്കുന്നതായ സമയത്ത് കേൾക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ സെൽഫോൺ തന്നെ നിങ്ങൾക്ക് ബൈബിളാക്കി മാറ്റാൻ കഴിയും. എന്നും പറഞ്ഞിട്ട് ബൈബിൾ മാറ്റിയിട്ട് എപ്പോഴും സെൽഫോൺ ഉപയോഗിക്കണമെന്നല്ല. ബൈബിളിലെ വചനങ്ങളാലും വിഷയങ്ങളാലും നിങ്ങളുടെ സെൽഫോൺ നിറയ്ക്കൂ. ഒരു തവണ നിങ്ങൾ ബൈബിൾ താത്തുകൊള്ളൂ. എന്തുകൊണ്ടോ എനിക്കിപ്പോൾ ഒരു നിയോഗം ലഭിക്കുന്നു. നിങ്ങളുടെ സെൽഫോൺ ഒന്ന് എടുത്തു കാണിക്കാമോ? സെൽഫോൺ എല്ലാവരും കരങ്ങളിൽ ഉയർത്തി കാണിച്ചാട്ടെ. ഞാനിപ്പോൾ അത് ശുദ്ധീകരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. കാരണം സെൽഫോണിൽ കൂടിയാണ് പിശാച് നമ്മുടെ ചെവികളിലേക്ക് വരുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നത്, നമ്മുടെ മനസ്സിൽ അവൻ കൂടുകെട്ടുന്നത്. ഇപ്പോൾ സെൽഫോണില്ലാത്ത ആരുമില്ലല്ലോ. കൊച്ചുകുട്ടികൾക്ക് പോലും സെൽഫോണുണ്ട്. ഭാര്യയ്ക്ക് സെൽഫോൺ, ഭർത്താവിന് സെൽഫോൺ. അപ്പുറത്തെ മുറിയിൽ നിന്നും ഭാര്യയോട് ഫോൺ ചെയ്ത് ചോദിക്കും, ചോറ് വെന്തോ? ഇല്ല, 5 മിനിറ്റ് താമസമുണ്ട്. എന്താണ്? ശരിയല്ലേ? നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഫോണിൽ കൂടി തന്നെ, റോഡിൽ വെച്ചാണെങ്കിലും എന്താണ്, എന്ത് സംഭവിച്ചവിടെ? ഫോണിൽ കൂടാണ് ഇപ്പോൾ വഴക്കും ചീത്തവിളിയും ബഹളവും എല്ലാം. നിങ്ങളുടെ ഫോണുകളെല്ലാം ഇപ്പോൾ വിശദീകരിക്കപ്പെടട്ടെ. താഴ്ത്തിക്കോളൂ. ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകാം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്നറിയാമോ? പറയൂ. എന്റെ മെസ്സേജുകൾ പ്രാക്ടിക്കലാണ്. എനിക്ക് തിയറി അറിയില്ല. അനേകരും പറയുന്നു സമാധാനമില്ല എന്ന്. സമാധാനമില്ല എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്നതായ അതിപ്രധാനമായ വിഷയം ഏതാണ്? കുടുംബം. എന്താണ്? കുടുംബം സമാധാനത്തോടെയാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ടായിരിക്കും. ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? കുടുംബ വ്യവസ്ഥ സ്ഥാപിച്ചത് ആരാണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് തക്കതായ തുണയായിരിക്കേണ്ടതിന് ദൈവം ഹൗവയെ സൃഷ്ടിച്ചു. അവർ രണ്ടുപേരും ഏക ശരീരമായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഫലിച്ച് അഭിവൃദ്ധിപ്പെട്ട് ഭൂമിയെ നിറയ്ക്കുക എന്നും പറയാനിടയായി. എന്താണ്? ആദിയിൽ അവർ രണ്ടുപേരുമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ എത്രയോ കോടി ജനങ്ങളാണ് ഈ ലോകം മുഴുവനും രാജ്യങ്ങളായിട്ട് ആയിരിക്കുന്നത്. വ്യത്യസ്ത ഭാഷയിലും വ്യത്യസ്ത വംശത്തിലുമായിരിക്കുന്നവരുള്ളപ്പോഴും നമുക്കെല്ലാവർക്കും പൂർവികന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ആദാമും ഹൗവയുമാണ്. ദൈവം സ്ഥാപിച്ചതായ ആ കുടുംബ വ്യവസ്ഥയാണ്. കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഇതുപോലും അറിയില്ലേ? കുടുംബത്തിൽ അപ്പനും അമ്മയും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൂടെ? വിവാഹം കഴിയുന്നതുവരെ നീ ബാച്ചിലറാണ്, ബ്രഹ്മചാരി. അപ്പോൾ വരെയും അപ്പന്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത്. നിന്റെ കുടുംബം എന്ന് പറയില്ല. എന്നാൽ നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിന്റെ കുടുംബം നിനക്കുണ്ടാകും. അതായത് 2 ദമ്പതിമാർ, ഭാര്യയും ഭർത്താവും കൂടി വരുവാനിടയാകും. ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളുണ്ടാകാനിടയാകും.
അതിനുശേഷം മക്കൾ ഉണ്ടായതിനു ശേഷം അവർക്ക് കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടാകും, പിന്നെ അവർക്ക് മക്കളുണ്ടാകും. അങ്ങനെ അപ്പനും അപ്പൂപ്പനും എല്ലാം ഉണ്ടാകും. അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമകനും എല്ലാവരും ഉണ്ടായിരിക്കും. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് രണ്ടെന്നാണ് നേരത്തെ. ഇപ്പോൾ നമ്മൾ രണ്ട് നമുക്ക് ഒന്ന് എന്നാണ് പറയുന്നത്. ചൈനയിൽ പോപ്പുലേഷൻ കുറയുകയാണ്, ജനസംഖ്യ കുറയുകയാണ്. അതുകൊണ്ട് കൂടുതൽ മക്കളെ ജനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ അവിടെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്താണ്? മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം അവന്റെ പ്രതിഫലമാകുന്നു. അതാണ് വചനം പറയുന്നത്. ഇന്ന് കുടുംബത്തിൽ പ്രധാനപ്പെട്ട കുടുംബത്തിന്റെ ഹെഡ്, മുഖ്യമായ ആള് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അപ്പനാണോ അമ്മയാണോ? ആരാണ്? പറയൂ, ആരാണ്? ഡാഡിന്നോ? കൊള്ളാം, എല്ലാവരും ഇംഗ്ലീഷുകാരാണല്ലോ ഇവിടെ. ആരാണ്? ഡാഡി, പിതാവ്, പപ്പ, അച്ഛൻ. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇവിടെ എത്ര പിതാക്കന്മാരുണ്ട്? ഒന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ! ഒരുപാട് പിതാക്കന്മാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, പിതാക്കന്മാർ പ്രധാനപ്പെട്ടവരാണ്. പിതാവ് വീട്ടിന് ശിരസ്സായിരിക്കണം. പിതാവ് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ ആ വീട് ദരിദ്രമായി തീരാനിടയാകും, താറുമാറാകാനിടയാകും. ആ കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് അച്ചടക്കം കാണില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ കാണില്ല. ബൈബിളിൽ പുരോഹിതന്മാരുണ്ടായിരിക്കുന്നത് പോലെ പിതാക്കന്മാരെ ആ കുടുംബങ്ങളുടെ പുരോഹിതന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. പുരോഹിതന്റെ ജോലി എന്താണ്? ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ധൂപം കാട്ടണം. അതുപോലെ പിതാവ് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തന്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്കറിയാം, യോബിന് 10 മക്കളുണ്ടായിരുന്നു. അവൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവന്റെ എല്ലാ മക്കൾക്കും വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും ധൂപം കഴിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഇഷ്ടമായ ധൂപം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് കരമുയർത്താമോ? അതിരാവിലെ പ്രാർത്ഥിക്കുന്നവർ, വലിയ പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥന, ഉറച്ച പ്രാർത്ഥന, നിശബ്ദമായ പ്രാർത്ഥന, എന്താണ്? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുക്രിസ്തു വിജനമായ സ്ഥലത്തേക്ക് പോയിട്ട് ഏകനായിട്ട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ ജഡശരീരത്തിലായിരുന്നിട്ടും ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും, അവൻ ദൈവമായിരുന്നിട്ടും ജഡശരീരത്തിൽ ആയിരുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരോടുകൂടി അവൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുമായിരുന്നു. നാം അതിരാവിലെ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നാം ഒരു സിംഹത്തെപ്പോലെ ജീവിക്കുവാനിടയാകും. ആ സിംഹത്തെപ്പോലെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോയി കടിക്കുമെന്നല്ല, ധൈര്യത്തോടെ ആയിരിക്കുമെന്നാണ്. എങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും, എങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും തന്നെ ഭയപ്പെടില്ല, പിശാചിന് കീഴ്പ്പെടുകയില്ല, ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പോകില്ല, വഞ്ചന കാണിക്കുന്നതിൽ പങ്കുചേരില്ല, കള്ളം പറയുകയില്ല. എന്തുകൊണ്ടെന്നാൽ രാവിലെ നീ ചെയ്യുന്നതായ പ്രാർത്ഥന നിനക്ക് ധൈര്യം നൽകുവാനിടയാകും, നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു. ആ ദിവസം വരുവാൻ പോകുന്നതായ പ്രതികൂലങ്ങളെ നിനക്ക് ആദ്യം തന്നെ അവൻ വെളിപ്പെടുത്തി തരും. ആ ശോധനകളെ ജയിക്കുവാനുള്ള ശക്തിയും നിനക്ക് കർത്താവ് നൽകാനിടയാകും. ഈ കാലത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തതും അതുപോലെ നാമമാത്രമായി തീർന്നതും ആണ് പ്രാർത്ഥന. അല്ലാതെ ഉണർന്നാലോട് തന്നെ കർത്താവെ രാത്രി കാത്തു പരിപാലിച്ചു, ആമേൻ, കാപ്പി കൊണ്ടുവാ എന്ന് പറയുന്നതല്ല. അതല്ല പ്രാർത്ഥന. കുറച്ചു സമയത്ത് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞങ്ങളെ ദൈവം ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അയച്ചു. വിവാഹത്തിൻ്റെ 15-ാമത്തെ ദിവസം ഒരു ഗ്രാമത്തിൽ പോയി ദൈവവേല ആരംഭിച്ചു. ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങോട്ട് അയച്ചത് എന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ഗ്രാമത്തിലേക്ക് ചെല്ലുവാൻ ഇടയായി. അവിടെ ചെന്നപ്പോൾ താമസിക്കാൻ ഞങ്ങൾക്ക് വീടില്ല. അവിടെ അടഞ്ഞുകിടക്കുന്ന ഒരു വീടുണ്ട്, അവിടെ പിശാചിന്റെ ബാധയുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭവനത്തിൽ ഞങ്ങൾ താമസിക്കുകയും അവിടെ പ്രാർത്ഥിച്ച് ദൈവഭവനമാക്കി മാറ്റി. അങ്ങനെ ആ വീട്ടിൽ ദൈവത്തിന്റെ വേല ആരംഭിച്ചു. 25 രൂപയ്ക്ക്. അവിടെ ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ട് കാക്കനാടിൽ. ഞങ്ങൾ നല്ല സുഖ സൗകര്യങ്ങളോട് ജീവിച്ച വ്യക്തികളാണ്.
എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്കും സ്വന്തം വീടും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ദൈവം ഞങ്ങളെ അയച്ചതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകാനിടയായത്. ഒരു ദിവസം എൻ്റെ ഭാര്യ ഈ കുടിലിൽ ആഹാരം പാകം ചെയ്ത സമയത്ത് ഒരുപാട് പുകയുണ്ടാകുവാനിടയായി. ഞാൻ നോക്കിയപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ ഗ്യാസ് സ്റ്റൗ മാത്രമേ കത്തിക്കാൻ അറിയൂ, ഇങ്ങനെ അടുപ്പ് കത്തിക്കുവാൻ അറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ വിറകും കുറേ പുല്ലും കരിയിലയും ഒക്കെ വെച്ചിട്ട് കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ചിട്ട് തീ കൊടുത്തു. അത് കുറച്ചു നേരം കത്തിയിട്ട് വീണ്ടും അണഞ്ഞുപോയി. എന്താണ് അങ്ങനെ? ഞാൻ അവിടെ ഈ നീലഗിരി മലയുടെ സ്ഥലത്ത് 2 വർഷത്തോളം ആദിവാസികളുടെ ഇടയിൽ ദൈവവേല ചെയ്തു. ഈ 2 വർഷവും ഇങ്ങനെ അടുപ്പ് ഞങ്ങൾ കത്തിച്ചിട്ടാണ് ആഹാരമൊക്കെ പാകം ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, എന്ന് പറഞ്ഞ് ഗ്യാസ് കത്തിച്ചാൽ ഉടൻ തീ വരും. അതുകൊണ്ട് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല തീ കത്തിക്കേണ്ടത്. ഒരു വിറക് 2 വിറകെടുത്തിട്ട് ചെറിയ വിറക് കൊള്ളി വെച്ചിട്ട് പതിയെ തീ കത്തിക്കേണ്ടതാണ്. അങ്ങനെ പതിയെ തീ കത്തുന്നതായ സമയത്ത് അങ്ങനെ ഊതുമ്പോൾ അത് വീണ്ടും ആളിക്കത്തും. അങ്ങനെ തീ പിടിച്ചതിന് ശേഷം അത് നല്ലവണ്ണം ആളിക്കത്തുവാനിടയാകും. പിന്നെ ഗ്യാസിനേക്കാൾ നല്ല രീതിയിൽ കത്താനിടയാകും. ഇന്ന് നമ്മുടെ ഇടയിൽ അനേകരും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇതാണ് ചെയ്യുന്നത്, പുകയ്ക്കുകയാണ് ചെയ്യുന്നത്. വിറകും ചപ്പും എല്ലാം ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് പോലെ അടുപ്പിൽ. കർത്താവേ, എനിക്ക് സഹിക്കത്തില്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, എല്ലാം ഉണ്ട് കർത്താവേ, ആമേൻ എന്ന് പറഞ്ഞു. ഇതാണോ പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടമെല്ലാം പറയുന്നതാണോ? വേദനയെല്ലാം പറയുന്നതാണോ? ദുഃഖമെല്ലാം പറയുന്നതാണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതാണോ? അല്ല. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കരയുന്നത് നല്ലതാണ്. നിങ്ങൾ കരയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി കിട്ടും. കരയണം. എന്നാൽ ഹന്ന കരഞ്ഞുകൊണ്ടാണ് പോയത്, കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. വിങ്ങി വിങ്ങി കരയുവാനിടയായി. പുരോഹിതൻ വിചാരിച്ചു ഇവൾ മദ്യപിച്ചിട്ടാണെന്ന്. സഹോദരി, നീ എന്താണ് മദ്യപിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അല്ല യജമാനനെ, ഞാൻ മദ്യവും വീഞ്ഞും കുടിച്ചിട്ടില്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ല, ആ സങ്കടത്തോടു കൂടിയാണ്, ആ വിഷമം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ എനിക്ക് അപമാനവും നിന്ദയുമാണ്, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ ബലപ്പെടുത്തുവാൻ ആരുമില്ല, എൻ്റെ സങ്കടമെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയാണ് എന്നാണ് പറഞ്ഞത്. ദൈവം ആ പുരോഹിതനിൽ കൂടി അരുളി ചെയ്തു, അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരിക്കും, പോകുക എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നവൾ തീരുമാനമെടുത്തു. അവളെ ദൈവം അനുഗ്രഹിച്ചു. വചനത്തിൽ പറയുന്നു, അന്നു മുതൽ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന്. അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന്. അന്നുവരെ അവൾ ആഹാരം പോലും ശരിക്ക് കഴിച്ചിരുന്നില്ല. എന്നാൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അവളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുത്തത്, പിന്നീട് അവൾ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി കടന്നുപോയി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടില്ല. കുഞ്ഞ് ജനിക്കാൻ ഇനിയും 9 മാസം കാത്തിരിക്കണം. എന്നാൽ ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തിൽ വിശ്വസിച്ചു പോകുവാനിടയായി. ഇന്ന് സഭയിൽ വരുന്നതായ ആളുകൾ ഒരുപക്ഷെ നിങ്ങൾ വരുന്നതായ സമയത്ത് വിഷമത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, കലഹത്തോടുകൂടി വന്നിട്ട് കുറെ നേരം വചനം കേട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോവുകയാണ് എങ്കിൽ കൂട്ടായ്മയിൽ വരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ദൈവം നിങ്ങളെ കൂട്ടിവരുത്തിയത് അങ്ങനെ തന്നെ മടക്കി അയക്കാനാണോ? അല്ല, അല്ല. നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നിട്ട് ദൈവം മറുപടി നൽകുന്നത് വരെയും കാത്തിരിക്കേണ്ടതാണ്. എപ്പോൾ വരെയാണ് കാക്കേണ്ടത്? ഉയർന്ന പർവ്വത മുകളിൽ എന്ന് ഉള്ളതായ പാട്ടിൽ ഇങ്ങനെയൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നിനക്ക് വരുന്നത് വരെയും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അടുപ്പ് ആളി കത്തുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ മുറിയിൽ കയറി കതകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ നിങ്ങളെ കാണുന്നതായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവം മറുപടി നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതിരാവിലെ തന്നെ പ്രാർത്ഥിക്കണം. 2 മിനിറ്റുള്ള പ്രാർത്ഥനയല്ല അത്. മനസ്സിൽ ദൈവത്തോടുള്ളതായ വിശ്വാസം വർദ്ധിച്ച് എനിക്ക് ദൈവം മറുപടി നൽകും എന്നുള്ളതായ ഉറപ്പ് ലഭിക്കുന്നതുവരെ പ്രാർത്ഥിക്കണം. നീ ഇനി അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അന്ന് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പോരാടുവാനിടയായി. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് വെറുതെ പ്രാർത്ഥിച്ചു വിടുന്നു? ഈ കാലത്തെ ഭിക്ഷക്കാർ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള കാലത്താണെങ്കിൽ ഒരുപാട് ഭിക്ഷക്കാരുണ്ടായിരുന്നു. വൈകുന്നേരം ചോറ് കഴിഞ്ഞാൽ പിന്നെ ആ ഭിക്ഷക്കാർ പലരും വരികയും അവർക്ക് ആ ചോറ് നമ്മൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ്, അമ്മേ ഭിക്ഷ ദേഹി എന്ന് പറഞ്ഞു വരുമായിരുന്നു.
എന്താണ് നോക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് നമുക്ക് ഒന്നോ രണ്ടോ കറിയായിരിക്കും, എന്നാൽ ഇവർക്ക് 10 കറിയാണ് കിട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങുമല്ലോ. അതുകൊണ്ടാണ് വെറുതെ വന്ന് അമ്മയെ ഭിക്ഷ തരണേ എന്ന് പറയുമ്പോൾ ഇവർ അടുക്കളയിൽ ചെന്ന് പാത്രമൊക്കെ കഴുകി വരുന്നതായ സമയത്ത് അയാൾ അവിടെ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുന്നത് കാണാം. അവർ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ദൂരെ അയാൾ പോകുന്നത് കാണാം. അയ്യോ, നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചോറെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ സങ്കടപ്പെടും. ദൈവസന്നിധിയിലും ഇന്ന് അനേകം ആളുകൾ അങ്ങനെയാണ് ചോദിക്കുന്നത്, ദൈവമേ നൽകണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, അല്ലെങ്കിൽ ഞാൻ ATM കാർഡ് ഇട്ടെടുത്തോളാം. ദൈവമേ എന്നെ സഹായിക്കണമേ, അല്ലെങ്കിൽ ഞാൻ ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. എന്താണ്? ദൈവത്തോട് പേരിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എന്നിട്ട് അവരുടെ ഇഷ്ടം പോലെ അവരുടെ ബിസിനസ് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവം തന്നില്ലെങ്കിൽ കൈക്കൂലി മേടിച്ചാണെങ്കിലും കാര്യം നടത്തും. അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കേണ്ടത്. ദൈവത്തോട് ചോദിക്കുന്ന സമയത്ത് വിശ്വാസം വേണം. ദൈവം എനിക്ക് നൽകും. എനിക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എനിക്ക് കോപ്പി അടിക്കേണ്ടതായ കാര്യമില്ല. എനിക്ക് മനുഷ്യന്റെ സഹായമില്ല. മനുഷ്യരുടെ സഹായമെല്ലാം വ്യർത്ഥമാണ്. ദൈവം എന്നെ സഹായിക്കാനിടയാകും എന്ന വിശ്വാസത്തോടെ ചോദിച്ചു നോക്കൂ. എത്ര വലിയ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നറിയാൻ കഴിയും. നീ അതിരാവിലെ എഴുന്നേറ്റ് തന്നെ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുക. സമയം നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സമയം നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ യഥാർത്ഥ പ്രാർത്ഥനക്കാരല്ല. ജയ്പോൾ പാസ്റ്റർ പറഞ്ഞു 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന്. കർത്താവേ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സമയം എത്രയായി? ഇനി 10 മിനിറ്റ്. കർത്താവേ സ്തോത്രം സ്തോത്രം. ഇനി എത്ര ചെയ്യണമാവോ? 15 മിനിറ്റ് ആയുള്ളൂ. ദൈവമേ സ്തോത്രം സ്തോത്രം. ഈ 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവദാസിന് വേറെ പണിയില്ലാത്തതുകൊണ്ട് വെറുതെ പറയുന്നതല്ലേ. നമുക്ക് സാധിക്കില്ല. പല സമയത്ത് നമ്മുടെ മീറ്റിംഗിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് എപ്പോഴും ആ സമയത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ സമയം പോകുന്നത് അറിയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥനയുടെ ആത്മാവാണ് നമ്മളെ നടത്തുന്നത്. ചില സമയത്ത് ഞാൻ വേണമെന്ന് വെച്ച് അത് കട്ട് ചെയ്യാറുണ്ട്. കാരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം സമയം നോക്കില്ല. എന്നാൽ നാം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം നാം തിരിച്ചറിയുന്നത് കൊണ്ട് ചില സമയത്ത് നാം പ്രാർത്ഥന നിർത്തേണ്ടി വരും. നിങ്ങൾ അതിരാവിലെ തന്നെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ അനേകം ആളുകൾക്കും രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് സമയം വീട്ടിൽ പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് കിട്ടുന്നുണ്ട്. എപ്പോഴാണെങ്കിലും ശരി, നമുക്കിപ്പോൾ 5 മണിക്ക് പോകണമെങ്കിൽ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നേരത്തെ കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ അങ്ങനെ അർദ്ധരാത്രി വരെ ഉറങ്ങത്തില്ല, രാവിലെ എഴുന്നേൽക്കത്തുമില്ല. അമേരിക്കൻ സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അമേരിക്കൻ ടൈം അനുസരിച്ചാണ് ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകൽ മുഴുവൻ സുഖമായിട്ട് കിടന്നുറങ്ങും, രാത്രി മുഴുവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കമാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് രാത്രി ഉറങ്ങുവാനും പകൽ ജോലി ചെയ്യുവാനുമാണ്. സമയത്തെ സദ്വിനിയോഗം ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് പിതാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാകില്ല. പിതാവ് പ്രാർത്ഥിക്കുന്ന സമയം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ മക്കൾ, പഴയകാലത്ത് പറയുമായിരുന്നു, വജ്രങ്ങളെ പോലെയാകുമെന്ന്, മുത്തുകളെ പോലെയാകും. ഞങ്ങളുടെ മക്കൾ ഡയമണ്ടുകളാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ കാലത്ത് മക്കൾ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ മക്കൾ ഒന്നിനും കൊള്ളില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഡയമണ്ടുകളായിട്ട് മാറും, പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദരിദ്രന്മാരായിട്ട് മാറും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട ഉത്തമരായ മക്കളെ ഒരുക്കിയെടുക്കുവാനിടയാകും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെ, അവരുടെ മക്കളെ ഒരുക്കുവാനിടയാകും. കുടുംബ വ്യവസ്ഥ തകരുന്നതിന്റെ കാരണം മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ കാലത്ത് എങ്ങനെയാണ് അപ്പന്മാർ പറയുന്നത്? എടാ, നിങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്ക്, എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറയും. അമ്മേ പ്രാർത്ഥിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്, നിങ്ങൾ പോയി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മറ്റെല്ലാത്തിനും സമയമുണ്ട്, എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല? പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നാം വില കൊടുക്കുന്നതായ സമയത്ത്, പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതായ സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുവാനിടയാകും. നാം ചിന്തിക്കുന്നു പണമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയും. ഞാൻ ചിന്തിക്കുന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന്. ഇത്രമാത്രം TV പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, ഇത്രമാത്രം കാര്യപരിപാടികൾ, നമ്മുടെ പലവിധമായ ശുശ്രൂഷകളും നാം ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ കയ്യിൽ പണമല്ല ഉള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായ ജനമുണ്ട്. മീറ്റിംഗ് നടക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്ന് 3 മണിക്കൂർ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കില്ല, എന്നാൽ ചില ആളുകൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ ഒരുക്കുകയാണ്, അവരോട് പറയുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയും.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശീലമാക്കൂ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ യോഗ്യതയുള്ളവരായി മാറണമെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. പ്രിയ മാതാവേ, നിങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു മാതാവിന്റെ പ്രാർത്ഥന എത്ര അനുഗ്രഹമാണെന്നറിയാമോ? ഹന്ന തന്റെ പൈതലായ ശമൂവേലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ എത്ര വലിയ പ്രവാചകനായി മാറി എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ദാവീദിന്റെ മാതാവും ഒരുപാട് പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. ആ അമ്മയുടെ പ്രാർത്ഥന കാരണമാണ് ദാവീദ് അത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറുവാനിടയായത്. അതുപോലെ നാം ശ്രദ്ധിക്കുമ്പോൾ മോശയുടെ മാതാവ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. ആ മോശയെ വെള്ളത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ സമയത്തും മാതാവിന്റെ പ്രാർത്ഥന കൊണ്ടാണ് മോശ രക്ഷപ്പെട്ട് വലിയൊരു മനുഷ്യനായിട്ട് തീരുവാനിടയായത്, അനുഗ്രഹിക്കപ്പെട്ടത്. അമ്മമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. എങ്ങനെയാണ് മക്കളോടൊപ്പം പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, മക്കളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. തൽകളെ വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലൊരു വലിയ അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അസമാധാനം മാറ്റിയിട്ട് സമാധാനം നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വായു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ എൻ്റെ ജീവിതം. രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്നോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ അപ്പാ. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ പിശാചിന്റെ കെണികൾ നടക്കുന്നുണ്ട്. എൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോവുകയാണ്. എന്നെ സഹായിക്കണമേ കർത്താവേ. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കർത്താവേ. എപ്പോഴും കുടുംബത്തിൽ സമാധാനമില്ലാത്ത വഴക്കിന്റെയും കലഹത്തിന്റെയും അവസ്ഥയാകുന്നപ്പാ. സ്വസ്ഥതയില്ല കർത്താവേ. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ ഗൃഹത്തിലേക്ക് വരണമേ. അന്ന് നീ സഖായുടെ ഭവനത്തിൽ പോയി അവനെ അനുഗ്രഹിച്ചതുപോലെ എന്നെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. എൻ്റെ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്നുള്ള വാഗ്ദത്തം എൻ്റെ കുടുംബത്തിന് നൽകണമേ എന്ന് വായി തുറന്ന എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. ഏത് പിതാവാണ് വേദനിക്കുന്നത്? ആരുടെ ഹൃദയത്തിലാണ് ദുഃഖമുള്ളത്, ഭാരം ഉള്ളത്? ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ നൽകണമേ അപ്പാ. മദ്യപിക്കുന്ന ശീലമുള്ള പിതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുമാറാകണമേ അപ്പാ. സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം നീ കൊണ്ടുവരണമേ. അവരുടെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം ഉണ്ടാക്കണമേ അപ്പാ. അവർ ഇഷ്ടപ്പെടുന്നതായ ആ പാപത്തെ വെറുക്കുവാനുള്ള പുതിയ മനസ്സവർക്ക് കൊടുക്കണമേ. ഏതു സഹോദരിയാണ്, ഏത് മാതാവാണ് തൻ്റെ വീട്ടിലെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്, ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്നത്? അവരോട് നീ ഇന്ന് കരുണ കാട്ടുമാറാകണമേ. അങ്ങനെയുള്ള ആളുകളെ നിന്റെ മക്കളായിട്ട് നീ മാറ്റിയെടുക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ. പിശാച് കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളിൽ നിന്നും സകല ബന്ധനങ്ങളിൽ നിന്നും നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളുടെ കുടുംബങ്ങളെയെല്ലാം വിടുവിക്കുമാറാകണമേ അപ്പാ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ച് സമാധാനം കൊടുക്കുമാറാകണമേ. എല്ലാ കുടുംബത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം, സമാധാനം വരുവാൻ കൃപ കൊടുക്കണം കർത്താവേ. നീ യഥാർത്ഥമായും ഞങ്ങളുടെ കുടുംബത്തിന്റെ അധിപതിയായിട്ട്, നായകനായിട്ട് വരുമാറാകണമേ. നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും ഞങ്ങളുടെ സകല ഗൃഹങ്ങളിലും ഉണ്ടായിരിക്കാൻ സഹായിക്കണമേ. എവിടെയാണോ ക്രിസ്തു ഉള്ളത് അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ലോകത്തിലുള്ളതായ സമ്പാദ്യമല്ല, ലോകത്തിലെ പണമല്ല വലുത്, ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്. ക്രിസ്തു നൽകുന്നതായ സമ്പത്താണ് വലുത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നീ കൊടുക്കണമേ. അങ്ങനെ അവർ ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലോകത്തിന്റെ ഇഷ്ടത്തിന് പിന്നാലെ പോകാതെ, പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ യൗവന മോഹങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ വിശുദ്ധിയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസികളോടുകൂടി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സഹായിക്കുമാറാകണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ